ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് ഇപ്പം നിലവിൽ ജാമ്യത്തിലാണുള്ളത്. അപ്പം മുൻ സർക്കാർ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ഈ നിലവിലത്തെ സർക്കാരിന് എന്താണ് കാര്യത്തിലൊരു തീരുമാനം? അല്ലെങ്കിൽ ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളൊന്നും കൂടെ ആലോചിക്കണം. കാരണം അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ്. ഇവർ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഹൈക്കോടതിക്കാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ ഇപ്പോഴത്തെ നിലവിലത്തെ സർക്കാരിന് പൂർണ്ണ തൃപ്തി ഉണ്ടോ? അതോ ഞങ്ങൾ അതിൻ്റെ കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ട്. അത് SIT അംഗങ്ങൾ പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ സമ്മർദ്ദം കാരണമാണ് അവരങ്ങനെ പ്രവർത്തിച്ചതെന്നാണ്. ഏതായാലും നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ തർപ്പിച്ചു പറയുന്നു, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. കട്ട കള്ളന്മാരാരാണെങ്കിലും അവർ നിയമത്തിന് മുമ്പിൽ വരും. പുതിയ അന്വേഷണ സംഘത്തെ മറ്റോ രൂപീകരിക്കാൻ പ്ലാൻ ഉണ്ടോ നിലവിൽ? അതിനെ സാങ്കേതിക വശം കൂടെ നോക്കണം. ഹൈക്കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പിരിച്ചുവിടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പഴയ SIT തന്നെ വിജിലൻസ് കോടതിയോട് പറഞ്ഞിരിക്കുന്നത് തന്ത്രിക്ക് അതിൽ പ്രധാന പങ്കുണ്ടെന്നൊക്കെയാണ്. കോടതി ആദ്യ സമയത്ത് തന്നെ അത് തള്ളിയിരുന്നു. പക്ഷേ SIT തന്നെ ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. SIT അംഗങ്ങളുമായി ഇപ്പം സംസാരിക്കാൻ, ഈ പരസ്യമായിട്ടൊരു ഡിസ്കഷൻ നടത്താൻ ഹൈക്കോടതിയുടെ നിയന്ത്രണം ഞങ്ങളുടെ മേലുണ്ട് എന്ന് വിചാരിച്ച് അവരങ്ങനെ കയറി വിടാനും തീരുമാനിച്ചിട്ടില്ല. ആ കാര്യം ആലോചിക്കുന്നുണ്ട്.